അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പം ഇതിന്റെ ഇവിടെ ഒരു 20 ന്യൂട്ടൺ, ഓക്കെ, ഇതൊരു 30 ന്യൂട്ടൺ, ഇതൊരു 40 ന്യൂട്ടൺ, ഓക്കെ, ഇതൊരു 50 ന്യൂട്ടൺ, ഇതൊരു 60 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ഇൻസൈഡ് ആംഗിൾ 30 ആണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരെ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ആംഗിൾ തീറ്റ ആർ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാം. ആദ്യം ഫ്രീ ബോഡി ഡയഗ്രം എങ്ങനെ വരയ്ക്കാം? ആദ്യം നമ്മൾ ഇതിന്റെ ഇത് വരച്ചു. എന്നിട്ട് ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ O. ഈ O ആണ് ഈ O എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എത്രയാണ്? ഇത് എത്രയാണ്? അപ്പം 20 അല്ലേ. അടുത്ത ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഇത് എത്രയാണ്? 30 ന്യൂട്ടൺ അല്ലേ, വിത്ത് ആംഗിൾ ഓഫ് 30 ഡിഗ്രി അല്ലേ. അടുത്ത ഇങ്ങോട്ട് പോകുമ്പോ ഇത് എത്രയാണ്? 40 ന്യൂട്ടൺ വിത്ത് ആംഗിൾ ഓഫ് 30 ഡിഗ്രി അല്ലേ. ഇനി ഇത് എത്രയാണ്? 50 ന്യൂട്ടൺ. ഇത് എത്രയാണ്? 60 ന്യൂട്ടൺ വിത്ത് ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി അല്ലേ. അപ്പൊ എന്റെ ഫോഴ്സ് എഴുതുമ്പോൾ സിഗ്മ എച്ചും സിഗ്മ വി ഞാൻ എഴുതാൻ പോവാണ്. സിഗ്മ എച്ചും സിഗ്മ വി. സിഗ്മ വിയിലെ എച്ച് എന്ന് പറഞ്ഞാൽ 20 ന്യൂട്ടൺ ഇത്. ഓക്കെ, അടുത്ത ഈ 30 നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് 30 കോസ് 30 എഴുതാം ഹൊറിസോണ്ടല്. വെർട്ടിക്കലില് പ്ലസ് 30 സൈൻ 30 എഴുതാം. ശരിയല്ലേ? ഇത് രണ്ടെണ്ണം എഴുതാം. 40 നമുക്ക് എങ്ങനെ എഴുതാം? വെർട്ടിക്കലിലാണ് ആംഗിൾ ഉള്ളത്. അപ്പം പ്ലസ് 40 കോസ് 30. അടുത്ത ഹൊറിസോണ്ടല് പ്ലസ് 40 സൈൻ 30. ഓക്കെ അല്ലേ? അടുത്ത വെർട്ടിക്കലില് പ്ലസ് 15 എഴുതാം, വേറെ ഒന്നുമില്ല അതിൽ. ഇനി അടുത്തത് ഈ 60 എഴുതാണെങ്കിൽ ഹൊറിസോണ്ടല് മൈനസ് 60 സൈൻ 30 എന്ന് വരും. ഇത് പ്ലസ് 60 കോസ് 30 എന്ന് വരും. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റർ അടിക്കുക. ദെൻ ആർ ഇക്വൽ എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. ഡയറക്ഷൻ തീറ്റ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. ഓക്കെ, തീറ്റ ആർ കണ്ടുപിടിക്കുന്നത് രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ?